ഹലോ എവരിവൺ, 2026 ബാങ്കിന് പഠിക്കുന്ന എല്ലാവർക്കും ഇതാ നല്ലൊരു ലോട്ടറി പോലെ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് എക്സാം തന്നെ SBI PO ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊരു ബാങ്കിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്കും സ്വപ്നമാണ് SBI PO ആയിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത്. കാരണം ബാങ്കേഴ്സിന്റെ സിവിൽ സർവീസ് എക്സാം എന്നറിയപ്പെടുന്ന എക്സാമാണ് SBI PO. അപ്പോൾ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ വന്നിട്ടില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യമായിട്ട് വന്നിരിക്കുന്ന വേക്കൻസിയിൽ മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അതിന് മുമ്പ് SBI PO, വൈ SBI PO എന്നുള്ള ചോദ്യം ഒരു നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് SBI തന്നെ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് SBI PO ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണം, നിങ്ങളെ കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളതിന് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. കാരണം SBI എന്ന് വെച്ചാൽ നമ്മൾ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള, അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബ്, ഒരു കരിയർ നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ബാങ്കാണ് ആക്ച്വലി SBI എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ക്ലർക്കായിട്ടും PO ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. അതിലിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു ചെയ്യുന്നത് PO ൻ്റെ ആണ്. ഇതിൽ ഇന്ത്യസ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ബാങ്കിങ് കരിയർ നിങ്ങൾക്കറിയാം. SBI സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SBI തന്നെ നടത്തുന്നതാണ്. അപ്പോൾ ഇതിൽ IBPS റിക്രൂട്ട്മെന്റ് വേറെ ഉണ്ട്. അപ്പം SBI എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക് ബോൺ ആണ്, ഒരു സംശയമല്ല. കാരണം അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് കരിയർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് SBI PO ആയിട്ട് കയറിയാൽ മതി, ഒരു സംശയമില്ല. അതിൽ തന്നെ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫ്രം ഡേ 1. ഇത് വലിയ, ഇപ്പം നമ്മൾ എന്തുകൊണ്ടൊരു ബാങ്കിങ് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഒരു മറുപടി എന്ന് വെച്ചാൽ അതിലുള്ള പ്രൊമോഷൻ സാധ്യതകൾ, നിങ്ങൾക്ക് ലീഡർഷിപ്പ് എഡ്ജിൽ എത്താൻ പറ്റും. കാരണം നിങ്ങളൊരു PO ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുന്നത് ആ SBIയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിങ്ങളുടെ കരിയർ എൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അവിടെ ഉണ്ട്. കാരണം ഫോമർ SBI ചെയർപേഴ്സൺ നമ്മൾ അരുന്ധതി ഭട്ടാചാര്യ റിട്ടയർഡ് ആയത് ചെയർപേഴ്സണാണ്. 22ാമത്തെ വയസ്സിൽ വെറും PO ആയിട്ട്, വെറും നല്ല PO ആയിട്ട് കയറിയതാണ് ആക്ച്വലി അരുന്ധതി ഭട്ടാചാര്യ റിട്ടയർഡ് ആയത് ചെയർപേഴ്സൺ റാങ്കിലാണ്. ആൻഡ് ഓൾസോ ആക്സിലറേറ്റഡ് കരിയർ പ്രോഗ്രഷൻ വിത്ത് എക്സെപ്ഷണൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഒരു സ്കെയിൽ വേണം, അതായത് PO ലെവലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിത്തിൻ ഒരു 3 years സ്കെയിൽ 2 റാങ്കിലേക്ക്, മാനേജർ റാങ്കിലേക്ക് മാറുന്നു. ഓരോ 3 വർഷത്തിലും പ്രൊമോഷൻ കയറുന്നു. പ്രൊമോഷൻ കയറി GM, അത് ആ ലെവലിൽ കയറി നിങ്ങൾ ചെയർപേഴ്സൺ വരെ എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അട്രാക്റ്റീവ് സാലറി. ഞാൻ എപ്പോഴും SBIനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെല്ലാ ജോലിക്കും നമ്മൾ സാലറി ആണല്ലോ പ്രധാനമായിട്ടൊരു ഘടകമായിട്ട് നമ്മൾ എടുക്കാം. ഒരു സംശയമില്ല, ഇതുപോലെ സാലറി കൊടുക്കുന്ന ഒരു ബാങ്ക് ഇന്ത്യയിൽ വേറെ ഇല്ല എന്നുള്ളതാണ്. അതും SBI PO നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് SBI ഓഫർ ചെയ്യുന്ന ആനുവൽ CTC കോസ്റ്റ് ടു കമ്പനി എന്ന് പറഞ്ഞാൽ 20.43 lakhs ആണ്. ദാറ്റ് മീൻസ് മന്ത്ലി 1.7. സോ സിറ്റി ടു സിറ്റി അത് വേരി ചെയ്യും. എന്നാലും നമുക്കൊരു ആവറേജ് കിട്ടും 1.5 നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ കിട്ടുന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള പേർക്സ്, ബെനഫിറ്റ്സ്, അലവൻസസ് നിങ്ങൾക്കറിയില്ല. SBI എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഹൗസ് റെന്റ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ലീവ് ട്രാവൽ കൺസെഷൻ, പെട്രോൾ അലവൻസ് 60 മുതൽ 65 ലിറ്റർ വരെ നമുക്ക് മാസം പെട്രോൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് ബെനിഫിറ്റ്, ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ് ആക്ച്വലി SBI എന്ന് പറഞ്ഞാൽ. മെഡിക്കൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് കംപ്ലീറ്റ് ഫാമിലി കവർ, 100% ഫാമിലി കവറേജ് ആണ് SBIയുടെ ഇൻഷുറൻസ് പറഞ്ഞാൽ. അതുപോലെ നമ്മൾ വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ അപ് ടു 5% ഇൻട്രസ്റ്റിലാണ് ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് എവിടെ കിട്ടാൻ പറ്റും? ഇതൊരു സ്റ്റാഫായി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന SBI പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ആണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ SBIയുടെ പ്രത്യേകത എന്താണ്? SBI ഗ്ലോബൽ ഫോർച്യൂൺ 500 കമ്പനിയാണ്. കാരണം 230+ ബ്രാഞ്ചുകൾ UK, USA തുടങ്ങിയ രാജ്യങ്ങളിൽ, അല്ലേ? അതുപോലെ 230 അധികം ബ്രാഞ്ചുകൾ, ഇന്റർനാഷണൽ ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്കാണ് SBI എന്നുള്ളത് നിങ്ങൾക്ക് എത്ര ആൾക്കാർ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഇന്റർനാഷണൽ കരിയറിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ആ ഒരു ഇന്റർനാഷണൽ ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തരുന്നത് SBI ആയിരിക്കും. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. കാരണം ഇത് SBI കുറിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാ കുട്ടികളോടും ഞാൻ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ SBIയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ ജോബ് കരിയറിലൂടെ നിങ്ങൾക്ക് ഇതിന് ലഭിക്കുന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പം വേൾഡ് ക്ലാസ് ട്രെയിനിങ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രസ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഈ വീഡിയോയിൽ ഒതുക്കാൻ കഴിയില്ല. അപ്പം അത്രയും ബെനിഫിറ്റ്സും അലവൻസസും പേർക്സും ഒക്കെ തരുന്ന ഒരു ബാങ്കാണ് ആക്ച്വലി SBI. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും, ഇപ്പം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുക. കാരണം SBI PO എന്ന് വെച്ചാൽ എല്ലാവരും സ്വപ്നം കാണുന്ന ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ പറയുക, മറ്റുള്ള ഒരു ജോബ് പോലെയല്ല. ഇപ്പം ബാങ്കിങ് കരിയറിൽ തന്നെ SBIയിൽ പ്രൊമോഷൻ സാധ്യത ഇസ് വെരി 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 ഹൈ കമ്പയർഡ് ടു എനി അതർ ഗവൺമെൻറ് സെക്ടർ. അത് SBI PO അത്രയും എന്താ പറയുക, റെപ്യൂട്ടഡാണ്, പ്രൊമോഷൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു PO ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത് ചിലപ്പോൾ ചെയർപേഴ്സൺ ആയിട്ടായിരിക്കും. അത്രയും ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. ഇപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്, നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. ഇതിൽ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കി നോക്കിയേ, ഏത് നോട്ടിഫിക്കേഷനിലാണ് എക്സാമും അപ്ലിക്കേഷൻ ഡേറ്റും ഒക്കെ, നമ്മൾ ഡേറ്റ് ഓഫ് അപ്ലൈങ്, എക്സാമിന് അപ്ലൈ ഉള്ള ഡേറ്റ് ഒക്കെ ഇപ്പോൾ ഇത് തന്നിരിക്കുന്നു 18/6 മുതൽ
അടുത്ത ജൂലൈ മാസം 7 വരെ അപ്ലൈ ചെയ്ത ഡേറ്റ് വന്നിരിക്കുന്നു. പിന്നെ ഇതിൽ എക്സാം നടത്തുന്ന ഡേറ്റ് ടെൻറ്റേറ്റീവ് ആണെങ്കിലും ഓഗസ്റ്റിൽ അതിൻ്റെ പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കറിയാം SBIPO 3 ലെവലിലാണ് ഇതിൻ്റെ എക്സാം ഉണ്ടാവും. പ്രധാനമായിട്ടും പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വേറെ ഉണ്ട്, ഞാനിലേക്ക് കടക്കാം. ഓഗസ്റ്റിൽ പ്രിലിമിനറി നടക്കുന്നു. സെപ്റ്റംബർ ഇതിൻ്റെ പേപ്പർ 2 അതായത് മെയിൻസ് നടക്കുന്നു. നിങ്ങൾ നോക്കി നോക്കിയേ, ഇതിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് സംഭവമുണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ് ഒന്നുമില്ല. ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് വെച്ചാൽ നിങ്ങൾ പേഴ്സണാലിറ്റി, നിങ്ങൾ എന്തോരം പേഴ്സൺ ആണെന്ന് ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുമ്പ് ഇൻ്റർവ്യൂ ബോർഡ് അസസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. നിങ്ങൾ നോക്കി നോക്കിയേ, ഇൻ്റർവ്യൂ ഒക്ടോബർ ടു നവംബർ ഇൻ്റർവ്യൂ നടക്കും. ഓഗസ്റ്റിൽ എക്സാം നടത്തി, അതായത് ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഓഗസ്റ്റിൽ പ്രിലിംസ് നടത്തി, സെപ്റ്റംബറിൽ മെയിൻസ് നടത്തി, ഒക്ടോബറിൽ ഇൻ്റർവ്യൂ നടത്തി, നവംബറോട് കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈനൽ റിസൾട്ട് വന്ന് നിയമനം കിട്ടുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളിപ്പോൾ വേറൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രിലിംസും മെയിൻസും തമ്മിൽ നമുക്ക് ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ ബാങ്കിങ് എക്സാംസിന് പൊതുവേ ഒരു എക്സാംസിനും എസ്പെഷ്യലി SBIക്ക് ഈ ഗ്യാപ്പ് ഉണ്ടാവാറില്ല. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. നിങ്ങൾ നവംബറോട് കൂടി എന്തായി? ഒരു 6 മാസം കൊണ്ട്, 6 മാസം വേണ്ട, 5 മാസം കൊണ്ട് ഒരു ബാങ്ക് എംപ്ലോയി, അതും SBI PO ലെവലിലേക്ക് മാറാൻ പറ്റുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 6 മാസം അല്ലെങ്കിൽ 5 മാസം നമുക്ക് മതിയോ? എൻ്റെ ആൻസർ എന്താണ്? നിങ്ങൾക്ക് 4 മാസം മുന്നിൽ അത് മതി എന്നുള്ളതാണ്. ഈ 4 മാസം കൃത്യമായി വിനിയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ SBI PO എന്നുള്ള റാങ്കിലേക്ക് തീർച്ചയായിട്ടും കയറാൻ പറ്റും, ഒരു സംശയമല്ല. ഓക്കെ, അപ്പം ഇതൊരു വലിയ അട്രാക്റ്റീവ് സൈഡാണ്. കാരണം നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളുടെ ജോലിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 5 months. വെറും 5 months. ആരാ പറയുക നിങ്ങളോട് കുറേ റാങ്ക് ലിസ്റ്റ് ഇട്ട് കളിപ്പിക്കുന്നു നോക്കി? അതൊക്കെ വെറുതെ ആരോ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളാണ്. ബാങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഉള്ളത് നമുക്ക് ദിസ് വൺ. കഴിഞ്ഞ 2 വർഷമായിട്ട് 500-600 വേക്കൻസിയിലേക്ക് അങ്ങോട്ടും ഇല്ല കളിച്ചിട്ട് ഇത്തവണ SBI എന്ന വേക്കൻസി എണ്ണം കണ്ടോ? 1500 വേക്കൻസി. ഇനി ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് ഇനി വരുന്ന കൊല്ലം കിട്ടുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ബാങ്കിങ് കരിയർ, നിങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് ജോബ് കരിയർ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇപ്പം തന്നെ കയറി അപ്ലൈ ചെയ്തോ, പഠിച്ചോളൂ. ഒരു ദിവസം പോലും ഇനി വേസ്റ്റ് ആക്കുന്നത് എനിക്ക് പറയാനുള്ളത്. ടോട്ടൽ 1500 വേക്കൻസി. അതിൽ തന്നെ SC, ST, OBC, EWS, ER ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഡീൽ ചെയ്ത് ചെക്ക് ചെയ്യാം. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആർക്കാണ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തായിരിക്കണം? ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം. ബാങ്കിങ് കരിയർ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം. അതിന് പുറമെ നിങ്ങൾ അയച്ചു ഈ 21 വയസ്സ്, 21 വയസ്സിൽ താഴാൻ പാടില്ല. മിനിമം ഏജ് എത്രയാണ്? 21 വയസ്സ്. മാക്സിമം ഏജ് എത്രയാണ്? 30 വയസ്സ്. അപ്പോൾ 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ, അല്ലേ? ഈ ഡേറ്റിനുള്ളിൽ നമുക്ക് 30 വയസ്സ് തികഞ്ഞിരിക്കണം. ഇതിൻ്റെ മേലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഓക്കെ, അതാണ് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 30 വയസ്സ് വരെ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. ഇതിൽ തന്നെ ഏജ് റിലാക്സേഷൻ ഒരുവിധം എല്ലാ ഗവൺമെൻറ് എക്സാമിനും ഉണ്ടാവുമല്ലോ, അത് ഇതിലുണ്ട്. OBC എത്ര? 3. SC ST എത്ര? 5. പിന്നെ അതുപോലെ നമുക്ക് ഈ 10 വർഷം, അല്ലേ, PWD കാറ്റഗറിക്ക് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ PWD SCക്ക് 13, PWD STക്ക് 15 ഏജ് റിലാക്സേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്രാജുവേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ എനി ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബൈ സെൻട്രൽ ഗവൺമെന്റ്. നമ്മളെല്ലാവരും വിചാരിക്കുന്ന കാര്യം ഡിഗ്രിക്ക് നമുക്ക് കുറേ മാർക്ക് വേണം, അല്ലെങ്കിൽ ഇതൊക്കെ പഠിപ്പിച്ചവർക്ക് മാത്രം പറഞ്ഞ പരിപാടിയാണ്. അല്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. കാരണം ഏതൊരു നോട്ടിഫിക്കേഷനിലും നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണാം ഒരു ഗ്രാജുവേഷൻ കഴിയും. നിങ്ങൾ സപ്ലൈ ചെയ്ത് പാസ്സായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയാൽ മതി എന്തെഴുതാൻ? നിങ്ങൾക്കൊരു SBI PO എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക, ക്വാളിഫിക്കേഷൻ വൈസ് ഓക്കെ ആണെന്നുള്ളത്. ഇനി സിലബസിലേക്ക് വരാം. സിലബസ് ഇത് ആദ്യം പ്രിലിമിനറി എക്സാം. ഞാൻ പറഞ്ഞു 3 ഘട്ടമായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ്. ആദ്യം പ്രിലിമിനറി ആണ്. ഏതൊക്കെയാ? ഇംഗ്ലീഷ്, QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്സ്, അതുപോലെ റീസണിങ് എബിലിറ്റി, ലോജിക്കൽ റീസണിങ് അഥവാ മെൻ്റൽ എബിലിറ്റി. 40 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, QA 30, റീസണിങ് 30. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ. ക്ലിയർ? നമ്മൾ ടോട്ടൽ മാർക്സ് 100. 1 അവർ. 3 സെക്ഷന് 20 മിനിറ്റ് 1 അവറാണ് ടോട്ടൽ എക്സാം. ഓക്കെ, അപ്പം പഠിക്കാനുള്ളത്, പ്രിലിംസിൽ പഠിക്കാനുള്ളത് വെറും 3 ഏരിയ ആണ്. ഇനി മെയിൻസിലേക്ക് നമ്മൾ എടുക്കാം. മെയിൻ എക്സാമിൻ്റെ ഫീസ് നോക്കി. ഓക്കെ, 1 റീസണിങ്. ഇതിൽ ഒറ്റ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിലിംസിലും മെയിൻസിലും തമ്മിൽ ഈ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഈ DI
ഡാറ്റ ഇന്റർപ്രഷൻ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് മാത്രമേ എക്സ്ട്രാ കയറി വരുന്നുള്ളൂ. അതിൽ നോക്കിയൊക്കെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 170, ടോട്ടൽ മാർക്ക്. ഇത് നേരത്തെ പോലെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ പോകുന്നതിന് പകരം എന്ത് ചെയ്തു, ഓരോ സെക്ഷൻ നിങ്ങൾ നോക്കിയൊക്കെ 40 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 30 ക്വസ്റ്റ്യൻ 60 മാർക്ക്. അപ്പം ഓരോ സബ്ജക്റ്റിലും ഓരോ പേപ്പർ നിങ്ങൾക്ക് എന്തുണ്ട് മാർക്സ് അതിൽ ചേഞ്ച് ഉണ്ടെന്ന് ഓർത്ത് നോക്കുക. എനിവേ ടോട്ടൽ 200 മാർക്കിനാണ് വരുന്നത്. ടൈം ഡ്യൂറേഷൻ വ്യത്യാസമുണ്ട്. ടോട്ടൽ 3 hours മെയിൻസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് phase 3 എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് എക്സസൈസ് ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ. നിങ്ങൾ ഇതിൽ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന സംഭവമുണ്ട്. ഞാൻ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ എന്താണ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് SBI ലാസ്റ്റ് 2 years ആയിട്ട് 2 വട്ടമായിട്ട് കൊണ്ടുവന്ന സംഭവമാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. ഇതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, ഇപ്പം ഒരു സിനാരിയോ, ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ബോർഡ് തന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നിങ്ങളതിൽ അഭിപ്രായം എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് എന്തിനാണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് തരം വ്യക്തിയാണെന്നും അല്ലെങ്കിൽ നിങ്ങളോട് അത് ബേസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിൽ ബോർഡിന് ക്വസ്റ്റ്യൻ ചോദിക്കാനും വേണ്ടിയുള്ള ടെസ്റ്റാണ് സൈക്കോമെട്രിക് ടെസ്റ്റ്. ഇത് IBPS POനും ലാസ്റ്റ് ഇയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ പ്രിലിംസ് ആക്ച്വലി ക്വാളിഫൈങ് ആണ്. പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് മെയിൻസ് എക്സാം എഴുതാൻ പറ്റും. മെയിൻസ് കഴിഞ്ഞ് മെയിൻസിൻ്റെ മാർക്കും നിങ്ങളിതിലുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് ടോട്ടൽ 50 മാർക്ക് ഇൻ്റർവ്യൂ ഗ്രൂപ്പ് എക്സസൈസും 230 മെയിൻസിൻ്റെ മാർക്കും കൂടി 280 മാർക്കിലാണ് ടോട്ടൽ ഉണ്ടാവുക. എന്നിട്ട് ഇതിൽ ഈ പിന്നെ മെയിൻസിൻ്റെ മാർക്കിനെയും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കിനെയും 75:25 എന്ന റേഞ്ചിലിട്ടിട്ട് 100 കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ നിങ്ങൾ സ്കോർ അളന്നിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുക, ഒരു ഫൈനൽ സെലക്ഷൻ പ്രോസസ്സിലേക്ക് നിങ്ങൾ കടക്കുക. ഓക്കെ, അപ്പം ഇത് എല്ലാം ആ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും അതെല്ലാം കൂടി അഗ്രിഗേറ്റ് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ പെർട്ടിക്കുലർ റേഞ്ച് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയായി. ഇനി ഇത് എൻ്റെ അഭിപ്രായത്തിൽ എന്താ നിങ്ങൾക്കിത് കേട്ടിരുന്നാ തോന്നുന്നത്? എനിക്ക് പറയാൻ നിങ്ങളോട് ഇത്രയേ ഉള്ളൂ, ഇതൊരു ഹാർഡ് ടാസ്ക് അല്ല. ഇന്നൊരു ദിവസം, അതായത് എൻ്റെ ഈ നോട്ടിഫിക്കേഷൻ കണ്ട് ഈ വീഡിയോ കണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെറും 4 മാസം കൊണ്ട് 5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്കെയിൽ 1 എംപ്ലോയി ആയിട്ട് SBI PO, അതായത് മോസ്റ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള SBI PO നിങ്ങൾക്ക് കയറാൻ പറ്റുന്നതിൽ യാതൊരു സംശയമില്ല. സോ ഡേ 1 പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മുടക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടീംമേറ്റ്സിൽ എല്ലാ മാസവും ബാച്ചസ്, ബാങ്ക് ബാച്ച് ഫുൾ സ്ട്രെങ്ത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ കോമ്പറ്റീഷൻ ഹൈ ആണ്, 1500 വേക്കൻസി ഉണ്ട്. ഇപ്പോഴും ഇനി ആരൊക്കെ പഠിച്ചു തുടങ്ങിയാലും എത്ര ലെവൽ എത്തിക്കഴിഞ്ഞാലും ഇന്ന് തുടങ്ങുന്നവനും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ എക്സാമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഒരു ദിവസം പോലും മുടക്കാതെ നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക ടീമേറ്റ്സിലേക്ക്. ടീമേറ്റ്സിൻ്റെ SBI PO എക്സ്ക്ലൂസീവ് ആക്ടിവിറ്റീസും ബാച്ചസും അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ സീ യു ദേർ.